Hello children, hope you all are doing good. Now we are going to enjoy Adventures in a Banyan Tree written by Ruskin Bond. ഇന്ന് നമ്മൾ റസ്കിൻ ബോണ്ടിൻ്റെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന കഥയാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. ആസ് വി ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ, ദിസ് ചാപ്റ്റർ ഈസ് ഓൾ അബൌട്ട് ഗ്രീനറി ആൻഡ് നേച്ചർ. പ്രകൃതിയെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ, ഈ യൂണിറ്റിൽ മുഴുവനായിട്ടും പറയുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് പ്രോസാണ് നമുക്ക് പഠിക്കാനുള്ള അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. പ്രകൃതിയെക്കുറിച്ചും അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു യൂണിറ്റാണിത്. ആസ് എൻ ഇൻട്രൊഡക്ടറി ആക്ടിവിറ്റി വി ഹാവ് എ ഹൈക്കു. എ ഹൈക്കു ഇസ് ഒറിജിനേറ്റഡ് ഇൻ ജപ്പാൻ. ജപ്പാനിൽ ആരംഭിച്ചിട്ടുള്ള 3 വരി മാത്രമുള്ള ഒരു കവിതാരൂപമാണ് ഹൈക്കു. ദി മൗണ്ടൻ മിസ്റ്റ് ഹോവറിംഗ് ഓവർ ദി പൈൻസ് ആൻഡ് പോൺസ് അൺവെയിൽസ് ദി ഹെവൻ. മലമുകളിൽ നിന്നും വന്ന് പൈൻ മരങ്ങളുടെയും കുളങ്ങളുടെയും മേലെ പൊങ്ങി നിൽക്കുന്ന മൂടൽമഞ്ഞ് സ്വർഗത്തെ തന്നെ അനാച്ഛാദനം ചെയ്യുന്നു. ആ മൂടൽമഞ്ഞ് മൂടി പൊതിച്ച് കിടക്കുന്ന ആ സ്ഥലത്തെ അത്രയും സ്വർഗീയമായിട്ടാണ് കവി വർണ്ണിക്കുന്നത്. അത്രയും നല്ലൊരു ഒബ്സർവർക്ക് മാത്രമേ ഇത്രയും ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നല്ലൊരു ഒബ്സർവർ ആണെങ്കിൽ നമുക്ക് പ്രകൃതിയിൽ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. ഹിയർ ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ആൻഡ് ദർ ഈസ് സംതിങ് ടു ഡിസ്കസ്. നേച്ചർ ഇസ് നോട്ട് എ പ്ലേസ് ടു വിസിറ്റ്, ഇറ്റ്സ് ഹോം ഡിസ്കസ്. എന്നുവെച്ചാൽ നേച്ചർ, പ്രകൃതി നമ്മൾ വെറുതെ വിസിറ്റ് ചെയ്യാനോ ടൂർ പോവാനോ ഉള്ള ഒരു സ്ഥലമല്ല. ഇറ്റ്സ് ഹോം. നമ്മൾ ജീവിക്കുന്നിടത്ത് തന്നെയാണത്. നമ്മൾ അതിലാണ് ജീവിക്കേണ്ടത്. Adventures in a Banyan Tree is all about nature. Nature is for all living beings. Man should live in harmony with nature. പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിക്കേണ്ടത്. Being one with nature is always mesmerizing. Have you ever got a chance to spend your leisure time with nature? Let's read how a boy experienced and blended with the essence of nature. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും ഒഴിവ് സമയങ്ങൾ പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് ചിലവഴിച്ചിട്ടുണ്ടോ? നമുക്ക് അടുത്തതായിട്ട് അങ്ങനെ പ്രകൃതിയോട്, നേച്ചറിനോട് ഇണങ്ങി ജീവിച്ച ഒരു ബോയിയുടെ സ്റ്റോറി വായിച്ചു നോക്കാമെന്നാണ് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡെറാഡൂണിലുള്ള ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ റസ്കിൻ ബോണ്ട് താമസിക്കാൻ വരുമ്പോൾ അവിടെ എത്ര മനോഹരമായ കാഴ്ചകളാണ് അദ്ദേഹം കാണുന്നതെന്ന് സ്വന്തം ശൈലിയിൽ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ടാണ് ഇതിനൊരു പ്രോസ് എന്ന് പറയുന്നത്. നമ്മളോട് സംസാരിക്കുന്ന പോലെയുള്ളൊരു ഭാഷയാണ് പ്രോസ് റൈറ്റിങ്ങിൽ ഉണ്ടാവുക. അപ്പോൾ റസ്കിൻ ബോണ്ടിൻ്റെ ഒരു പ്രൊഫൈൽ ഇവിടെ തന്നിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് ആൻഡ് ഫൈൻഡ് ദ ഡീറ്റെയിൽസ്. റസ്കിൻ ബോണ്ട്, born on 19th May 1934, is an Indian author of British descent. His father was an officer at Royal Air Force. അദ്ദേഹത്തിൻ്റെ പാരൻസ് ബ്രിട്ടീഷുകാരായിരുന്നു, ബട്ട് അദ്ദേഹം ഒരു ഇന്ത്യൻ ഓതറാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ റോയൽ എയർഫോഴ്സിലെ ഓഫീസറായിരുന്നു. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ ദ റൂം ഓൺ ദി റൂഫ് അറ്റ് ദി ഏജ് ഓഫ് 17. ഇറ്റ് ഗോട്ട് ജോൺ Llewellyn Rice Prize in 1957. His first children's book was The Angry River. In 1992, he received the Sahitya Academy Award for his short story collection, Our Trees Still Grow in Dera. He was awarded the Padma Shri in 1999 for his contributions to children's literature. He got the Lifetime Achievement Award in 2017. He now lives with his adopted family in Landor near Mussoorie. The Room on the Roof, The Angry River, Our Trees Still Grow in Dera are some of his works mentioned here. അതുപോലെ പത്മശ്രീ, സാഹിത്യ അക്കാദമി അവാർഡ്, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് തുടങ്ങിയ അവാർഡ്സും അദ്ദേഹം നേടിയിട്ടുണ്ട്. So now let's begin the story. Adventures in a Banyan Tree.
I'll read the lesson for you. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather, at the age of 65, could no longer climb it. Grandmother used to tease him about this, and would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. ഞങ്ങളുടെ ഇന്ത്യയിലെ വീടിനടുത്തുള്ള പറമ്പുകളും ആ വീടും എല്ലാം ഗ്രാൻഡ് ഫാദറിൻ്റെ അധികാരപരിധിയിൽ വരുന്ന സ്ഥലങ്ങളായിരുന്നെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ബനിയൻ ട്രീ ആൽമരം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ ഏരിയയായിരുന്നു, അത് എൻ്റേതായിരുന്നു. എന്താ കാരണം? ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ഗ്രാൻഡ് ഫാദറിന് 65 വയസ്സായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ മരത്തിൽ കയറാൻ കഴിയുമായിരുന്നില്ല. ഗ്രാൻഡ് മദർ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എപ്പോഴും കളിയാക്കുമായിരുന്നു. അവർ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്ന പഴയ ഒരു ഇംഗ്ലീഷ് ക്യാരക്ടറിനെ കുറിച്ച് എപ്പോഴും പറയും. ആ സ്ത്രീ ഒരുപാട് കാലം ജീവിച്ചിരുന്നു. 117 വയസ്സ് വരെ അവർ ജീവിച്ചിരുന്നു. അതിലധികവും അവർ ജീവിച്ചിരുന്നേനെ അവർ ഒരു ആപ്പിൾ ട്രീയിൽ കയറി വീണില്ലായിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വെറുതെ മരത്തിലൊന്നും കയറി വീഴാൻ നിൽക്കണ്ട എന്നാവും ഗ്രാൻഡ്മ ഉദ്ദേശിച്ചത്. അങ്ങനെ ആ ബനിയൻ ട്രീ നമ്മുടെ ഓതറിൻ്റേത് മാത്രമായി. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. ആൽമരത്തിൻ്റെ ശിഖരങ്ങൾ ആർച്ച് പോലെ താഴേക്ക് വന്നിട്ട് ഒരു പില്ലർ പോലെ നിൽക്കും. എന്നിട്ട് വീണ്ടും അതിന് റൂട്ട് വരും. അങ്ങനെ ഒരുപാട് വഴികളൊക്കെ അതിന് ചുവട്ടിലൂടെ ഉണ്ടാവും. ഇതിലേക്ക് ഓടിക്കളിക്കുകയും എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഓതറിന് അളവറ്റ സന്തോഷമായിരുന്നു. The tree was older than the house, older than grandfather, as old as the town of Dera, nestling in a valley at the foot of the Himalayas. ആ ട്രീക്ക് ഒരുപാട് പഴക്കമുണ്ടായിരുന്നു. ഹിമാലയൻ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഡെറാഡൂൺ ടൗണിനോളം തന്നെ പഴക്കം ആ ബനിയൻ ട്രീക്കും ഉണ്ടായിരുന്നു. My first friend and familiar was a small grey squirrel. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendlier. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. സോ നമ്മുടെ ബോയ് അവിടെ ആദ്യം പരിചയപ്പെട്ടത് ഒരു ചാരനിറത്തിലുള്ള അണ്ണാറക്കണ്ണനെയായിരുന്നു. ആദ്യമൊക്കെ അണ്ണാറക്കണ്ണൻ ചീറ്റുകയും ശരീരം കേർവ് ചെയ്ത് പിടിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തൻ്റെ സ്വകാര്യതയിൽ ഈ ബോയ് വന്നത് അവന് ഇഷ്ടപ്പെടാത്തതുപോലെ തോന്നി. പിന്നീട് ബോയിയുടെ കയ്യിൽ കവണയോ എയർ ഗണ്ണോ ഒന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ അതിന് കുറച്ചൊക്കെ ധൈര്യം വച്ചു. പിന്നീട് ബോയ് ബിസ്ക്കറ്റ് ആൻഡ് കേക്ക് പീസൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴോ അവരുടെ പരിചയം ബോയിയുടെ കയ്യിൽ നിന്ന് വരെ അണ്ണാറക്കണ്ണൻ ഭക്ഷണം കഴിക്കുന്ന നിലയിലേക്ക് എത്തി. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Before long, he was delving into my pockets and helping himself to whatever he could find. He was a very young squirrel and his friends and relatives probably thought him headstrong and foolish for trusting a human. ഡെൽവിങ് എന്ന് വെച്ച ഇവിടെ പരതി നോക്കുക എന്നൊക്കെയാണ്. അതായത് വളരെ വൈകാതെ തന്നെ സ്ക്വിറൽ സ്വയം എൻ്റെ പോക്കറ്റിൽ കയറി എന്തൊക്കെ കണ്ടെത്താൻ പറ്റുമെന്നൊക്കെ നോക്കാൻ തുടങ്ങി. അവരത്രയും പരിചയമായി എന്നർത്ഥം. അവൻ വളരെ ഊർജ്ജസ്വലനായിരുന്നു. ഒരു പക്ഷേ അവൻ്റെ ഫ്രണ്ട്സും ഫാമിലിയുമൊക്കെ അവനെ വളരെ അതീവ ധൈര്യവാനായിട്ടും അതേസമയം വിഡ്ഢിയുമായിട്ടും ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. എന്താ കാരണം? ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ വിശ്വാസത്തിലെടുത്തതുകൊണ്ട്. ഇൻ ദ സ്പ്രിംഗ്, when the banyan tree was full of small red figs, birds of all kinds would flock into its branches, the red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road.
വസന്തകാലത്ത് ബനിയൻ ട്രീ നിറയെ കായ്കളുണ്ടാകുമ്പോൾ എല്ലാ തരത്തിലുള്ള പക്ഷികളും അങ്ങോട്ട് കൂട്ടമായെത്തും. ബുൾബുൾ, പാരറ്റ്സ്, പാസ്റ്റേഴ്സ് ആൻഡ് ക്രോസ് എല്ലാവരും കൂടി വലിയ ബഹളമായിരിക്കും. പിഗ് ഫ്രൂട്ടിൻ്റെ സീസണിൽ ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ശബ്ദമുള്ള സ്ഥലം ആ ബനിയൻ ട്രീ ആയിരുന്നു. സ്ക്വാബ്ലിംഗ് എന്ന് വെച്ചാൽ കലഹം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഹൗ ഡിഡ് ദി സ്ക്വിറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദി ബോയ്? When the squirrel understood that the boy was not hostile to him but friendly, and he brought him pieces of cake and biscuits, he became friends with the boy. Third question, what did the friends of the squirrel think about his friendship with the human? What might have made them think so? His friends and relatives probably thought him headstrong and foolish for trusting a human. എന്തുകൊണ്ടായിരിക്കും? Normally, humans used to tease animals and hunt them, so they are not trustworthy. Fourth question, how was the banyan tree the noisiest place during the fig season? എന്താണ് ആൻസർ? Birds of all kinds would flock into the branches of the banyan tree and they would squabble with one another. So the banyan tree was the noisiest place during the fig season. ഇനി നമുക്ക് ബാക്കി നോക്കാം. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. I could read there, propping myself up against the bole of the tree with cushions taken from the drawing room. Treasure Island, Huckleberry Finn, The Mowgli Stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made my bag of very mixed reading. ആൽമരത്തിന് മുകളിൽ മധ്യഭാഗത്തായിട്ട് ഞാനൊരു ചെറിയ ഇരിപ്പിടമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ഉച്ചതിരിഞ്ഞ് വലിയ ചൂടില്ലാത്ത ദിവസങ്ങളിൽ അവിടെയാണ് ചെലവഴിച്ചിരുന്നത്. ഡ്രോയിങ് റൂമിൽ നിന്നും എടുത്തിട്ടുള്ള കുഷ്യൻ വെച്ച് മരത്തിൽ ചാരി ആണ് ഞാൻ ഇരുന്നിരുന്നത്. ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബറോസ് ആൻഡ് ലൂസ മേ ആൽക്കോട്ട്, അങ്ങനെ വൈവിധ്യങ്ങളായ, അതായത് വിവിധ കാറ്റഗറിയിൽപ്പെട്ട പുസ്തകങ്ങളായിരുന്നു ഞാൻ വായിച്ചിരുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? സോ വാട്ട്സ് ദി ആൻസർ? ദി ബോയ് ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ബനിയൻ ട്രീ ഓൺ വിച്ച് ഹി വുഡ് സിറ്റ് ആൻഡ് എൻജോയ് റീഡിംഗ് വേരിയസ് ബുക്സ് ദാറ്റ് ഹി ലൈക്ഡ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. When I did not feel like reading, I could look down through the banyan leaves at the wall below, at grandmother hanging up or taking down the washing, at the cook quarreling with the fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. വായിക്കാൻ മൂടില്ലാത്തപ്പോൾ ആലിലകൾക്കിടയിലൂടെ ഞാൻ താഴെ നടക്കുന്ന കാര്യങ്ങൾ വീക്ഷിക്കുമായിരുന്നു. അതായത് ഗ്രാൻഡ്മ വസ്ത്രങ്ങൾ അലക്കുന്നതും ഉണക്കാനിടുന്നതും, അതുപോലെ പാചകക്കാരൻ പഴക്കച്ചവടക്കാരനുമായി വഴക്കിടുന്നതും, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ തൻ്റെ തന്നെ ഇംഗ്ലീഷ് ഗാർഡനിൽ തന്നെ വളരണമെന്ന് നിർബന്ധമുള്ളതുപോലെ അവിടെ ആകെ മുളച്ചു വന്നിട്ടുള്ള ഇന്ത്യൻ മേരി ഗോൾസിനോട് പിറുപിറുക്കുന്നതുമൊക്കെ. Usually nothing very exciting happened while I was in the banyan tree, but one particular afternoon I had enough excitement to last me through the summer. സാധാരണ വളരെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ആ ബനിയൻ ട്രീയിൽ ഇരിക്കുമ്പോൾ കാണാറില്ല. പക്ഷേ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ആ വേനൽക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഹ്ലാദം എനിക്കുണ്ടായി. ഇനിയാണ് ഈ ബോയ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ എക്സ്പീരിയൻസ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നോക്കാം. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. അത് ഒരു കീരിയും പാമ്പും തമ്മിൽ മരണം വരെ പോരാടുന്നത് അവരുടെ തൊട്ടുമുകളിൽ ബനിയൻ ട്രീയിൽ ഇരുന്നു കൊണ്ട് കണ്ട സംഭവമാണ്. ലെറ്റ്സ് റീഡ് ആൻഡ് ഫൈൻഡ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഇറ്റ്. അടുത്ത പാരഗ്രാഫ് നോക്കാം. It was an April afternoon, and the warm breezes of approaching summer had sent everyone, including grandfather, indoors. അതൊരു ഏപ്രിൽ മാസം ഉച്ച കഴിഞ്ഞുള്ള സമയമായിരുന്നു. വേനലടുക്കുമ്പോഴുണ്ടാവുന്ന ചൂടുകാറ്റ് ഗ്രാൻഡ് ഫാദർ അടക്കം എല്ലാവരെയും വീടിനുള്ളിലേക്ക് അയച്ചിരുന്നു.
I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. ഡ്രൗസി എന്ന് വെച്ച മയക്കം. എനിക്കും ഒരു മയക്കം വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാൻ കുളത്തിലൊന്ന് പോയി നീന്തി കുളിച്ചാലോ എന്നൊക്കെ. അപ്പോഴാണ് ഒരു മൂർഖൻ പാമ്പ് കാക്ടസ് ചെടികളുടെ ഇടയിൽ നിന്നും അല്പം കൂടി തണുപ്പുള്ള സ്ഥലത്തേക്ക് ഇഴഞ്ഞു പോകുന്നത് ഞാൻ കണ്ടത്. അതേസമയം ഒരു കീരി അതിനെ ഞാൻ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. കുറ്റിച്ചെടികളുടെ ഇടയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് നേരെ കോബ്രയുടെ അടുത്തേക്ക് പോയി. നമുക്കിനി ക്വസ്റ്റ്യൻ 6 നോക്കാം. വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ? എന്തായിരുന്നു അത്? ദ ബോയ് സോ എ കോബ്ര ആൻഡ് എ മോംഗൂസ് ഫൈറ്റ് ടു ഡെത്ത്. അല്ലേ, ഇതായിരുന്നു ആ സമ്മർ മുഴുവൻ എക്സൈറ്റ്മെൻറ്റിലാക്കി നിർത്തിയ ആ സംഭവം. ഇനി നമുക്ക് നോക്കാം അവരുടെ ഫൈറ്റ് എങ്ങനെയുണ്ടെന്ന്. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. മരത്തിന് താഴെയുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നല്ല തെളിഞ്ഞ സൂര്യപ്രകാശത്തിൽ അവർ രണ്ടുപേരും മുഖത്തോട് മുഖം വന്നു നിന്നു. Cobra knew only too well that the grey mongoose, 3 feet long, was a superb fighter, clever and aggressive. But the cobra was skillful and experienced fighter too. He could move swiftly and strike with speed of light, and the sacs behind his long, sharp fangs were full of deadly venom. കോബ്രയ്ക്കറിയാം 3 അടി നീളമുള്ള തൻ്റെ എതിരാളിയായ മംഗൂസ് ഒരു സൂപ്പർ ഫൈറ്ററാണെന്ന്. മാത്രമല്ല ക്ലെവർ ആൻഡ് അഗ്രസീവ്, സൂത്രശാലിയും അക്രമാസക്തനുമാണ്. പക്ഷെ കോബ്രയും നല്ല കഴിവും അനുഭവസമ്പത്തുമുള്ള യോദ്ധാവായിരുന്നു. അവന് അതിവേഗത്തിൽ ചലിക്കാനും പ്രകാശവേഗതയിൽ കൊത്താനും കഴിയുമായിരുന്നു. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്, അതിൻ്റെ വിഷപ്പല്ല് അല്ലേ, നീണ്ടു കൂർത്ത വിഷപ്പല്ലിനു പുറകിലുള്ള സഞ്ചി നിറയെ ഫുൾ ഓഫ് ഡെഡ്ലി വെനമായിരുന്നു. അതീവ മാരകമായിട്ടുള്ള വിഷവുമുണ്ടായിരുന്നു. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. 2 തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു അത്. ക്വസ്റ്റ്യൻ 7 നമ്മളോട് എന്താ ചോദിക്കുന്നത്? ഹൗ ഡിഡ് ദി കോബ്ര റിഗാർഡ് ഹിസ് ഒപ്പണൻറ്റ്? വേ ദേ ട്രൂ വാരിയേഴ്സ്? കോബ്ര തൻ്റെ എതിരാളിയെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്? അവർ നല്ല ഫൈറ്റേഴ്സ് ആയിരുന്നോ? അപ്പം എന്താണ്? കോബ്ര റിഗാർഡഡ് ഹിസ് ഒപ്പണൻറ്റ് ആസ് ക്ലവർ, അഗ്രസീവ് ആൻഡ് സൂപ്പർബ് ഫൈറ്റർ. യെസ്, ദേ വർ ട്രൂ വാരിയേഴ്സ്. അപ്പം ഇനി നമുക്കിവരുടെ യുദ്ധം കാണാം. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. ഒരു ഓണമറ്റോപോയിക് സൗണ്ടാണത്. ഇത് ഹിസ്സിന്നുള്ള സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പ്രതിരോധം തീർക്കാനെന്ന മട്ടിൽ 6 അടി നീളമുള്ള തൻ്റെ ശരീരത്തിലെ 3 അടിയും വായുവിൽ പൊക്കി പത്തി മുഴുവനായി വിടർത്തി നാവിങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കുമൊക്കെ ഇട്ടിട്ടിങ്ങനെ നിന്നു. ഫോക്ഡ് ടങ് എന്ന് വെച്ചാൽ 2ആയി മുറിഞ്ഞതുപോലെയുള്ള പാമ്പിൻ്റെ നാവ് കണ്ടിട്ടില്ലേ? ദിസ് ഇസ് ടു ഷോ ഹി ഇസ് റെഡി ഫോർ ദ ഫൈറ്റ്. ഫൈറ്റിന് തയ്യാറാണെന്ന് കാണിക്കാനാണ് ഇങ്ങനെ നിൽക്കുന്നത്. ദി മോംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. ദി ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. മുംഗൂസ് അതിൻ്റെ വാല് ബുഷ് പോലെ നിർത്തി, അതുപോലെ അതിൻ്റെ പുറകിലുള്ള നീളമുള്ള ഹെയേഴ്സും എണീറ്റു നിന്നു. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. അതായത് മൊങ്കൂസിൻ്റെ ഈ കട്ടിയുള്ള രോമങ്ങൾ മറ്റുള്ളവർക്കൊക്കെ മരണം വരെ സംഭവിച്ചേക്കാവുന്ന രീതിയിലുള്ള കടികളിൽ നിന്ന് പോലും മൊങ്കൂസിനെ രക്ഷിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ദി മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദി സ്നേക്സ് ബൈറ്റ്? അപ്പോൾ നമുക്കറിയാം ദ തിക്ക് ഹെയർ ഓൺ ഹിസ് ബോഡി ഹെൽപ്ഡ് ഹിം ഫ്രം സ്നേക്സ് ബൈറ്റ്. നൗ ദ നെക്സ്റ്റ് പാരഗ്രാഫ്. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. One was a myna and the other a jungle crow, not the woolly urban crow. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch,
all would have been well with both of them. കോമ്പറ്റൻസ് എന്ന് വെച്ചാൽ എതിരാളികൾ. അവർ അണവയറായിരുന്നു. എൻ്റെ അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു. പക്ഷേ അവർക്ക് മറ്റു 2 കാഴ്ചക്കാർ വന്നത് പെട്ടെന്ന് മനസ്സിലായി. അവർ ഒന്നൊരു മൈനയും ഒന്നൊരു വൈൽഡ് ക്രോയും ആയിരുന്നു. അവർ ഇവരുടെ യുദ്ധത്തിൻ്റെ ഈ തുടക്കമൊക്കെ കണ്ടപ്പോൾ ഈ കാക്ടസ് പ്ലാന്റിൽ അത് കാഴ്ച കാണാൻ വേണ്ടി വന്ന് യുദ്ധത്തിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി വന്നിരുന്നതാണ്. അവരവിടെ വെറുതെ കാഴ്ചക്കാരായി ഇരുന്നിരുന്നുവെങ്കിൽ അവർക്ക് നന്നായേനെ. അതിനർത്ഥം എന്താ? എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അല്ലേ? അവർ വെറുതെ കണ്ടിരുന്നിട്ട് ആയിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. പ്രതിരോധ രൂപേണ സ്വയിങ് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് മംഗൂസിനെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി, മെസ്മറൈസ് എന്ന് വെച്ചാൽ വിസ്മയിപ്പിക്കുക. അതായത് ഒരു സൈഡ് 2 സൈഡിലേക്കും ഇങ്ങനെ ആടി നിൽക്കുമ്പം ഏത് സൈഡിൽ നിന്നാണ് കടി വരിക എന്നറിയില്ലല്ലോ. അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മൂവ്മെൻറ്റ് നടത്താൻ നോക്കി. പക്ഷേ മംഗൂസിന് നന്നായി അറിയാമായിരുന്നു, ഹി വാസ് ക്ലെവർ അല്ലേ, അതിനറിയാമായിരുന്നു അതിൻ്റെ ഓപ്പോണൻറ്റിൻ്റെ കണ്ണിൻ്റെ പവർ എന്താണെന്നുള്ളത്. അതിൽ നോക്കിയാൽ നമ്മൾ എന്തായാലും പെടും. അപ്പോൾ റിഫ്യൂസ്ഡ്, അവൻ നോക്കാൻ കൂട്ടാക്കിയില്ല. ടു മീറ്റ് ദം, ആ പാമ്പിൻ്റെ കണ്ണിലേക്ക് പോലും മംഗൂസ് നോക്കിയില്ല. പിന്നെ എവിടെയാണ് നോക്കിയത്? ഇൻസ്റ്റഡ് ഹി ഫിക്സ്ഡ് ഹിസ് ഗെയ്സ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദി കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺ ദി അറ്റാക്ക്. പകരം പത്തിക്ക് താഴെയുള്ളൊരു സ്പോട്ടിൽ നോക്കിക്കൊണ്ട് അറ്റാക്ക് തുടങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 9. പിക്ക് ഔട്ട് വൺ ഓഫ് കോബ്രാസ് ഫൈറ്റിംഗ് ടെക്നിക്സ് ആണ്. ടെക്നിക് വാസ് ടു മെസ്മറൈസ് ദി ഒപ്പണന്റ് ബൈ മേക്കിംഗ് എ ഫോൾസ് മൂവ്. അപ്പോൾ നമ്മുടെ മൊങ്കൂസാണ് അറ്റാക്ക് തുടങ്ങിയതെന്ന് പറഞ്ഞു. എന്തായെന്ന് നോക്കാം. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach, he made a feint to one side. Immediately the cobra struck. എന്താ ചെയ്തേ? പെട്ടെന്ന് തന്നെ കോബ്രയുടെ നേരെ തൊട്ടടുത്തെത്തുന്നത് വരെ പോയിട്ട് ഒരു സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യുന്നത് പോലെ അഭിനയിച്ചു. ഒരു കള്ള മൂവ്മെൻറ്റ് നടത്തി. ഇമ്മീഡിയറ്റ്ലി ദി കോബ്ര സ്ട്രക്ക്. അപ്പോൾ തന്നെ ആ സൈഡിൽ കോബ്ര കടിച്ചു. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദി മോങ്കൂസ്. എങ്ങനെയാണ് കടിച്ചത്? അവൻ്റെ ആ വലിയ പത്തി വളരെ പെട്ടെന്ന് താഴെ വന്ന് ഇടിച്ചു അല്ലേ. അത് കണ്ടപ്പോൾ ഒന്നിനും മംഗൂസിനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. പക്ഷേ ആ കുഞ്ഞു മോങ്കൂസ് വളരെ നീറ്റായിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ചാടിയിട്ട് കോബ്രയുടെ അതേ സ്പീഡിൽ വന്ന് അതിൻ്റെ ബാക്കിൽ കടിച്ചിട്ട് പെട്ടെന്ന് മാറി. 10th question ഇതുമായി റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. ദി മൊങ്കൂസ് പ്രൂവ്ഡ് ദാറ്റ് ഹി വാസ് ക്ലെവർ. ക്യാൻ യു സൈറ്റ് എനി ഇൻസ്റ്റൻസ് ഓഫ് ഹിസ് ക്ലെവർനെസ്? അപ്പം നമുക്കറിയാം, ഹി മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്, thereby making the cobra think that he would attack from that side. അല്ലേ? ഇനി ബാക്കി നോക്കാം. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. കോബ്രയുടെ പത്തി ഇടിച്ച അതേ സമയം ക്രോയും മൈനയും നേരെ കുത്തനെ അവൻ്റെ നേരെ വന്നു. എന്നിട്ട് അവർ 2 പേരും തമ്മിൽ കൊളൈഡ് ചെയ്യാണ് ചെയ്തത്, കൂട്ടിമുട്ടി. ഹെവിലി ഇൻ മിഡ് എയർ, പാതി വഴിയിൽ എയറിൽ അവർ കൂട്ടിമുട്ടി. അവർ പരസ്പരം അലറി വിളിച്ചുകൊണ്ട് തിരിച്ച് കാക്ടസ് പ്ലാന്റിലേക്ക് തന്നെ പോയി. അവർക്ക് പാമ്പിനെ കൊത്താനൊന്നും കഴിഞ്ഞില്ല. അവർ നമ്മുടെ മോങ്കൂസിൻ്റെ സൈഡാണെന്നാണ് തോന്നുന്നത്. 11th question, what were the reactions of the spectators when the cobra struck എന്നാണ്. അതാണ് നമ്മളിപ്പം ജസ്റ്റ് വായിച്ചത്. A few drops of blood glistened on the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit.
Again the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of the cactus. കോബ്രയുടെ പുറത്ത് കുറച്ച് രക്തത്തുള്ളികൾ വെയിലത്ത് മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോബ്ര ആഞ്ഞു കൊത്തുന്നു, അത് മിസ്സാവുന്നു. വീണ്ടും മോങ്കൂസ് അപ്പുറത്തെ സൈഡിലേക്ക് ജമ്പ് ചെയ്ത് മാറുന്നു, എന്നിട്ട് പുറകിലൂടെ വന്നിട്ട് കോബ്രയെ കൊത്തുന്നു. അപ്പോൾ വീണ്ടും ആ പക്ഷികൾ സ്നേക്കിന് നേരെ ഡൈവ് ചെയ്ത് വരുന്നു. എന്നിട്ട് പരസ്പരം കൂട്ടിയിടിച്ചിട്ട് തിരിച്ച് അവരുടെ കാക്ടസ് പ്ലാന്റിലേക്ക് തന്നെ പോകുന്നു, അലറി വിളിച്ചുകൊണ്ട്. The third round followed the same course as the first, but with one dramatic difference. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. നോക്കൂ, ആദ്യത്തെ 2 പ്രാവശ്യം എന്താ സംഭവിച്ചത്? കോബ്ര മൊങ്കൂസിനെ കടിക്കാൻ നോക്കുന്നു, മിസ്സാവുന്നു. മൊങ്കൂസ് കോബ്രയെ ബാക്കിൽ നിന്നും അറ്റാക്ക് ചെയ്യുന്നു. ആ സമയത്ത് മൈനയും ക്രോയും വരുന്നു. അവർ തമ്മിൽ കൂട്ടിമുട്ടി തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ 3ാമത്തെ റൗണ്ടും സംഭവിച്ചു. പക്ഷേ അതിൽ നാടകീയമായൊരു വ്യത്യാസം മാത്രം ഉണ്ടായിരുന്നു. നടക്കുന്ന കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കണമെന്ന് ദൃഢനിശ്ചയം ചെയ്തതുപോലെ മൈനയും ക്രോയും വീണ്ടും ഡൈവ് ചെയ്ത് കോബ്രയുടെ നേരെ വരുന്നു. പക്ഷേ ഇത്തവണ അവർ തമ്മിൽ കൂട്ടിമുട്ടിയില്ല. തിരിച്ചു പോയപ്പോൾ അവർ കാക്ടസ് പ്ലാന്റിൽ എത്തിയതുമില്ല. The myna flew on and reached its perch, but the crow tried to pull up in mid-air and turn back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. മൈന നേരെ പറന്നു പോയിട്ട് ഒരു സ്ഥലത്ത് പോയി ഇരുന്നു. പക്ഷേ ക്രോ തൻ്റെ ശക്തി സംഭരിച്ചുകൊണ്ട് പാതി വഴിയിൽ നിന്ന് തിരിച്ചു പോവാൻ ശ്രമിച്ചു. അങ്ങനെ അത് വിചാരിച്ച അതേ സെക്കൻഡിൽ തന്നെ കോബ്ര അതിൻ്റെ ഹെഡ് പെട്ടെന്ന് തന്നെ ചുഴറ്റിക്കൊണ്ട് വളരെയധികം ശക്തിയോടുകൂടി ആഞ്ഞു കൊത്തി. അതിൻ്റെ പത്തി വലിയൊരു തഡിങ്, വലിയൊരു ശബ്ദത്തോടുകൂടി ക്രോയുടെ ശരീരത്തിൽ ആഞ്ഞു കൊത്തി. അപ്പോൾ എങ്ങനെയാണ് ക്രോ അപകടം സ്വയം വിളിച്ചു വരുത്തിയത് എന്നതാണ് നമ്മുടെ 12th ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? The crow missed her target and she tried to pull up in mid-air and turn back. In the second that it took him to do this, the cobra whipped his head back and she got bitten. ഇനി ബാക്കി നോക്കാം. I saw the bird flung nearly 20 feet across the garden where, after fluttering about for a while, it lay still. The myna remained on the cactus plant, very wisely refrained from interfering again. ഞാൻ ആ പക്ഷി ഒരു 20 അടിയോളം പറന്നു പോകുന്നതും പിന്നീട് അവിടെ ചിറകിട്ടടിക്കുന്നതും നിശ്ചലമാവുന്നതും കണ്ടു. ഇനിയും ഇടപെടുന്നതിൽ നിന്നും വളരെ വിവേകത്തോടെ വിട്ടുനിന്നുകൊണ്ട് മൈന കാക്ടസ് പ്ലാന്റിൽ തന്നെ ഇരുന്നു. 13th question നോക്കൂ. Why is the myna said to be wise? It's said to be wise because it decided not to interfere again after the crow's death. Now let's move to the next paragraph. The cobra was weakening and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. കോബ്രയ്ക്ക് 3 പ്രാവശ്യം മംഗൂസിൻ്റെ കടി കൊണ്ടിട്ടുണ്ടല്ലേ, അതുകൊണ്ട് അത് വീക്കനിങ്, അത് ക്ഷീണിക്കുന്നുണ്ടായിരുന്നു. സോ അതിനു നേരെ യാതൊരു ഭയവുമില്ലാതെ പോയിക്കൊണ്ട് നമ്മുടെ മംഗൂസ് അതിൻ്റെ ഷോർട്ട് ലെഗ്സിൽ നിന്നിട്ട് ലൈറ്റ്നിങ് സ്നാപ്പ് എന്ന് വെച്ചാൽ സഡൻലി വിത്ത് എ ഷാർപ്പ് ക്രാക്കിംഗ് സൗണ്ട്, വലിയൊരു ശബ്ദത്തോടു കൂടി ആ വലിയ സർപ്പത്തിൻ്റെ സ്നൗട്ട്, കണ്ണും മൂക്കും എല്ലാമുള്ള ആ ഭാഗം കടിച്ചു പിടിച്ചു. ദി കോബ്ര റീച്ച്ഡ് ആൻഡ് ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. കോബ്ര ഒരു ഭയാനകരമായ രീതിയിൽ പുളയുവാനും വീശിയടിക്കുവാനുമൊക്കെ തുടങ്ങി. ആൻഡ് ഈവൻ കോൾഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദി മോങ്കൂസ്. മോങ്കൂസിനെ ചുറ്റി വരിയാനൊക്കെ നോക്കി. ബട്ട് ഓൾ ടു നോ അവെയിൽ. പക്ഷേ ഒന്നിനും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല.
The little fellow hung grimly on until the snake had ceased to struggle. He then smelt along its quivering length and, gripping it round the hood, dragged it into the bushes. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then, with a shrill cry of congratulation, flew away. നമ്മുടെ മുങ്കൂസ് കഠിനമായി തന്നെ ആ പാമ്പിൻ്റെ തല കടിച്ചു പിടിച്ചു. അതിൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു പോകുന്നത് വരെ. അതിനുശേഷം അതിനെ മുഴുവനായിട്ടൊന്ന് മണത്ത് നോക്കിയ ശേഷം അതിനെ കടിച്ച് വലിച്ചുകൊണ്ട് ബുഷസിൻ്റെ കുറ്റിച്ചെടികൾക്കിടയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഇതൊക്കെ കണ്ടുകൊണ്ട് മൈന അവിടെ ഇരിക്കുന്നുണ്ടല്ലേ. മൈന വളരെ ശ്രദ്ധാപൂർവം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. എന്നിട്ടിങ്ങനെ ചാടി ആ ബുഷസിൻ്റെ അടുത്ത് ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ഇങ്ങനെ എത്തി നോക്കി. അതിനുശേഷം മൊങ്കൂസിനെ അഭിനന്ദിച്ചുകൊണ്ട് വളരെ ഷാർപ്പായി ഒന്ന് കരഞ്ഞ ശേഷം പറന്നുപോയി. അപ്പോൾ 14th question നോക്കൂ. ഹൂ വോൺ ദ ബാറ്റിൽ? The mongoose won the battle. What made the myna peer into the bushes? She wanted to see what the mongoose was doing. And she wanted to keep a safe distance as she did not want to invite trouble again. Okay, അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാം. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. He was pleased that the mongoose had won. ഞാനും വളരെ ശ്രദ്ധയോടെ ബനിയൻ ട്രീയിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ ഗ്രാൻഡ് ഫാദറിനോട് ഞാൻ കണ്ട ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് മൊങ്കൂസാണ് വിജയി എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. എന്തായിരിക്കും അതിൻ്റെ കാരണം? He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with scraps from the kitchen. He had never tried taming it because wild mongoose was more useful than a domesticated one. അതായത് ആ മൊങ്കൂസിന് തൻ്റെ ഗാർഡനിൽ ജീവിക്കാനുള്ള എല്ലാ പ്രോത്സാഹനവും നൽകിയിരുന്നു ഗ്രാൻഡ് ഫാദർ. ടു കീപ്പ് അവേ ദ സ്നേക്സ്. എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത്? പാമ്പുകളെ ഓടിക്കാൻ വേണ്ടി. മാത്രമല്ല, കൃത്യമായി മൊങ്കൂസിന് അടുക്കളയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഭക്ഷണമായിട്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഗ്രാൻഡ് ഫാദർ. അദ്ദേഹം ഒരിക്കലും അതിനെ മെരുക്കാൻ നോക്കിയിട്ടില്ല. ടേം എന്ന് വെച്ചാൽ മെരുക്കുക. എന്തുകൊണ്ടാണ്? മെരുക്കിയ മംഗൂസിനേക്കാളും യൂസ്ഫുൾ ആയത് വൈൽഡ് മംഗൂസ് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ 15th question. വാട്ട് പ്രിവെൻറ്റഡ് ഗ്രാൻഡ് ഫാദർ ഫ്രം ടേമിങ് ദി മംഗൂസ്? വൈ ഹി ഡിഡ്ന്റ് ടേം ദി മംഗൂസ്? ബിക്കോസ് wild mongooses are more useful than domesticated ones. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house. But he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. പലപ്പോഴായും മോങ്കൂസ് ഗാർഡന് ചുറ്റും റോന്ത് ചുറ്റുന്നത് ഞാൻ ബനിയൻ ട്രീയിൽ നിന്നും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ അവനെ വായിലൊരു മുട്ടയുമായിട്ട് കണ്ടു. എനിക്ക് മനസ്സിലായി അത് നമ്മുടെ പോൾട്രി ഫാമിൽ നിന്നും എടുത്തതാണെന്ന്. പക്ഷേ അവൻ ബേർഡ്സിനെയൊന്നും ഉപദ്രവിച്ചിട്ടില്ല. വീട്ടിൽ നിന്നും പാമ്പുകളെ തുരത്തുന്നിടത്തോളം കാലം ഈ മോഷണമൊക്കെ ഗ്രാൻഡ്മ അവന് പുറത്തു കൊടുക്കുമെന്നും എനിക്കറിയാമായിരുന്നു. Now look at question 16. Why would grandmother forgive the mongoose for stealing the eggs? അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ? Because the mongoose kept snakes away from the home. അങ്ങനെ the episode of mongoose and cobra is over. Now we will see one more interesting episode happening in the story. Let's read and find out. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. ഗ്രേ സ്ക്വിറലിൻ്റെയും വൈറ്റ് റാറ്റിൻ്റെയും വിചിത്രമായ കഥയ്ക്ക് വേദിയായതും നമ്മുടെ ബനിയൻ ട്രീ തന്നെ ആയിരുന്നു. The white rat was grandfather's. He had brought it from the bazaar for 4 annas, but I would often take it with me into the roots and branches of the old
banyan tree where it soon struck up a friendship with one of the squirrels. ആ വൈറ്റ് റാറ്റ് അഥവാ വെള്ളെലി മുത്തച്ഛൻ്റേതായിരുന്നു. അദ്ദേഹം അതിനെ 4 അണ കൊടുത്തുകൊണ്ട് മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ ഞാനതിനെ പലപ്പോഴും ബനിയൻ ട്രീയുടെ വേരുകളിലേക്കും ബ്രാഞ്ചസിലേക്കുമൊക്കെ കൂടെ കൊണ്ടുപോവാറുണ്ടായിരുന്നു. അവിടെ വെച്ച് അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗ്രേ സ്ക്വിറലുമായി സൗഹൃദത്തിലായി. They would go off together on little excursions among the branches. വെള്ളെലിയും അണ്ണാറക്കണ്ണനും ചില്ലകളിലൂടെ വിനോദയാത്രയൊക്കെ നടത്താറുണ്ടായിരുന്നു. Now look at question 17. Who was the new friend of the squirrel? How did they enjoy their friendship? So the new friend of the squirrel was a white rat and they would go off together on little excursions among the branches. Now let's see the next paragraph. Then the squirrel started building a nest. At first, she tried building it in my pockets, and when I went indoors and changed my clothes, I would find straw and grass falling out. The squirrel started building a nest. എന്താണ്? നമ്മുടെ സ്ക്വിറൽ ഒരു കൂട് വയ്ക്കാൻ തുടങ്ങി. ആദ്യം അവൾ എവിടെയാ കൂട് വെക്കാൻ നോക്കിയത്? ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്, അല്ലേ, എൻ്റെ പോക്കറ്റിൽ. അങ്ങനെ ബോയ് ഡ്രസ് ചേഞ്ച് ചെയ്തപ്പോൾ കൂടുണ്ടാക്കാൻ ഉപയോഗിച്ച പുല്ലും വൈക്കോലുമൊക്കെ താഴെ വീഴുന്നത് കണ്ടു. We have a question from this part. Look at question number 18. How did the boy come to know that the squirrel was building a nest? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, when the boy went indoors and changed his clothes, he found straw and grass falling out. Then he understood that the squirrel was trying to build her nest. Okay, ഇനി ബാക്കി നോക്കാം. Then one day, grandmother's knitting was missing. We hunted for it everywhere, but without success. Next day, I saw something glinting in the hole in the banyan tree. പിന്നീടൊരു ദിവസം ഗ്രാൻഡ് മദറിൻ്റെ തുന്നാനുള്ള വസ്തുക്കളൊക്കെ, നിറ്റിംഗ് തിങ്സ് അല്ലേ, അതൊക്കെ കാണാതായി. അവരെല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. അടുത്ത ദിവസം ഞാൻ ബനിയൻ ട്രീയിലുണ്ടായിരുന്ന ഒരു ഹോളിൽ എന്തോ തിളങ്ങുന്നത് കണ്ടു. Going up to investigate, I saw that it was the end of grandmother's steel knitting needle. അതിനടുത്ത് പോയി പരിശോധിച്ചപ്പോൾ എന്ത് മനസ്സിലായി? ഗ്രാൻഡ് മദറിൻ്റെ തുന്നുന്ന നീഡിലിൻ്റെ അറ്റമാണതെന്ന് മനസ്സിലായി. On looking further, I discovered that the hole was crammed with knitting. ക്രാംഡ് എന്ന് വെച്ചാൽ കുത്തി നിറക്കുക. അതായത് വീണ്ടും നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി? ആ ഹോള് കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് മദറിൻ്റെ തുന്നാനുള്ള നിറ്റിംഗ് എല്ലാം കൂടെ ചേർത്തിട്ട്. And amongst the wool were 3 baby squirrels, all of them white. ആ നിറ്റിംഗ് തുണികൾക്കിടയിലോ 3 കുഞ്ഞു സ്ക്വിറൽ കുഞ്ഞുങ്ങൾ, അണ്ണാൻ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത്ഭുതം എന്താ? 3 പേരുടെയും നിറം വൈറ്റ് ആയിരുന്നു. Grandfather had never seen white squirrels before and we gazed at them in wonder. വൈറ്റ് സ്ക്വിറൽസിനെ ഗ്രാൻഡ് ഫാദർ ഇതുവരെ കണ്ടിട്ടേയില്ല. ഞങ്ങൾ അവയെ കണ്ടിട്ട് അത്ഭുതത്തോടെ നോക്കി നിന്നു. We were puzzled for some time, but when I mentioned the white rat's frequent visits to the tree, grandfather told me that the rat must be the father. വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ട് ഞങ്ങൾ അല്പനേരം അന്ധാളിച്ചു നിന്നു. പക്ഷേ വെള്ളലിയുടെ ഇടയ്ക്കിടെയുള്ള സന്ദർശനത്തെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വെള്ളലിയായിരിക്കും ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനെന്ന്. Rats and squirrels were related to each other, he said, and so it was quite possible for them to have offspring, in this case, white squirrels. എലികളും മണ്ണാറക്കണ്ണന്മാരും പരസ്പരം ബന്ധമുള്ള വർഗമാണെന്നും അതുകൊണ്ട് അവയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമെന്നും മുത്തച്ഛൻ പറഞ്ഞു. ഈ കേസിലുണ്ടായതോ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളും. So my dear children, the story tells us that nature has immense treasure. If we closely examine and observe nature, we can see lots of wonderful things in nature. And now let's look at the last question. What was the wonder that nature had kept for them in the nest? As we all know, the wonder that nature had kept for them in the nest was 3 baby white squirrels. Thank you, my dear children, for listening to me. Bye-bye.